തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ഏകദേശം 24 കിലോമീറ്റർ മാറി പാറയിലൂടെയെല്ലാം ട്രക്കിംഗ് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു കിടിലൻ സ്പോട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഇത് സർക്കാരിൻ്റെ തന്നെ ടൂറിസ്റ്റ് പ്ലേസുകളിലൊന്നാണ്. പെരുങ്കടവിളയിൽ നിന്നും ആനാവൂര് പോകുന്ന വഴിക്ക് ഏകദേശം 1 കിലോമീറ്റർ മാറി ആലത്തൂർ ജംഗ്ഷന് സമീപമാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇത് നിലവിൽ പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ്. പോകുന്ന വഴി റോഡിൽ ഇതിൻ്റെ പ്രവേശന കവാടങ്ങളൊന്നും തന്നെ ഇല്ല. റോഡിൽ നിന്നും കയറി കുറച്ച് ദൂരം എത്തുമ്പോൾ ഒരു ചെറിയ കരിങ്കല്ല് കൊണ്ട് കെട്ടിയ തകർന്ന ബിൽഡിംഗ് കാണാം. അത് കഴിഞ്ഞ് കുറച്ച് ദൂരം വരുമ്പോൾ പോലീസ് എയ്ഡ് പോസ്റ്റ് കാണാം. നമ്മൾ വന്നപ്പോൾ ഇവിടെ ആരും തന്നെ ഇല്ലായിരുന്നു. ഇതും കഴിഞ്ഞ് കുറച്ച് മുകളിലായി നടക്കുമ്പോൾ ആദ്യ ഗുഹ കാണാം. ഈ കാണുന്ന വഴിയിലൂടെയാണ് ആദ്യ ഗുഹയിൽ വരാനുള്ളത്. ഈ ഗുഹയും കണ്ട് അടുത്ത കുറച്ച് ദൂരം മുകളിലായി നടക്കുമ്പോൾ അടുത്ത ഗുഹ കാണാം. മെയിൻ റോഡിൽ നിൽക്കുമ്പോൾ തന്നെ ഈ പാറയുടെ മുകൾ ഭാഗം കുറച്ചായി കാണാം. ഈ പാറ അറിയപ്പെടുന്നത് പാണ്ഡവൻ പാറ എന്നാണ്. ഈ പാറയെയും ഇവിടുത്തെ ഗുഹകളെ പറ്റിയും ഇവിടുത്തെ നാട്ടുകാർ ഓരോരോ കഥകൾ പറയുന്നുണ്ട്. ഇവിടേക്ക് വരാൻ പ്രവേശനം സൗജന്യമാണ്. പോകുന്ന വഴിയെല്ലാം മരത്തിൻ്റെ ഇലകൾ ഉണങ്ങി തറയിൽ വീണ് കിടക്കുന്നത് കാണാം. ഇതിൻ്റെ ഇഴജന്തുക്കൾ കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പോകുന്നവർ ശ്രദ്ധിച്ച് വേണം പോകാൻ. ഇതെല്ലാം കണ്ട് മുകളിലായി എത്തുമ്പോൾ കാണുന്ന കാഴ്ചയാണ് കുത്തനെയുള്ള ഒരു ചെറിയ ചരിവോട് കൂടിയ ഒരു വലിയ പാറ. ഈ കാണുന്നതാണ് പാണ്ഡവൻ പാറ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.